ദുബായിലെ സായാഹ്നങ്ങൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് ദുബായിലെ ഏറ്റവും മനോഹരമായ ഒരു സൺസെറ്റ് എക്സ്പീരിയൻസിലോട്ടാണ്. അബ്രയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. അബ്രയിൽ കയറി ഞങ്ങൾ നേരെ അക്കരെയുള്ള ഗ്രീക്ക് ഹാർബറിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ യാത്ര. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ദുബായിലെ ഏറ്റവും പഴയതും ഐക്കോണിക്കായ സ്ഥലങ്ങളിലൊന്നായ ദുബായ് ക്രീക്കിലേക്കാണ്. ഇവിടെയുള്ള ട്രഡീഷണൽ ബോട്ട് റൈഡാണ് അബ്ര. വളരെ കുറഞ്ഞ ചെലവിൽ ദുബായിയുടെ പഴയ സൗന്ദര്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആണിത്. ഈ ചെറിയ വുഡൻ ബോട്ട് വഴി ക്രീക്ക് ക്രോസ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ഓൾഡ് ദുബായിയുടെ ട്രഡീഷണൽ വൈബും മറ്റൊരു സൈഡിൽ മോഡേൺ സ്കൈയും കാണാം. എസ്പെഷ്യലി സൺസെറ്റ് ടൈമിൽ ഇവിടെയുള്ള വ്യൂ ഒരുപാട് മനോഹരമാണ്. ഇവിടെ ടൂറിസ്റ്റ് മാത്രമല്ല, ഡെയിലി യാത്ര ചെയ്യുന്ന ലോക്കൽ ആളുകളും ഇന്നും അബ്ര ഉപയോഗിക്കുന്നുണ്ട്. പഴയ ദുബായിയുടെ കൾച്ചർ ഫീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മസ്റ്റ് ട്രൈ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മൾ അബ്ര യാത്ര എല്ലാം കഴിഞ്ഞ് ദുബായ് ക്രീക്ക് ഹാർബറിലെത്തി. ഇവിടെ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ഈവനിങ് വാക്ക് എൻജോയ് ചെയ്യാൻ അടിപൊളി സ്ഥലമാണ്. നല്ല അറ്റ്മോസ്ഫിയറും കൂടാതെ സ്കൈലൈൻ വ്യൂ എല്ലാം ചേർന്നൊരു ഡിഫറെൻറ്റ് വൈബ് തന്നെ കിട്ടും. ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ സൺസെറ്റ് വ്യൂ തന്നെയാണ്. നമ്മൾ വന്ന സമയത്ത് ഇപ്പോൾ തണുപ്പെല്ലാം മാറി ചെറിയൊരു ചൂടെല്ലാം തുടങ്ങിയിരിക്കുന്ന സമയമാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഈവനിങ് ടൈം വരുന്നതാണ്. കാരണം ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് വ്യൂവും ഒരുപോലെ തന്നെ നൈറ്റ് വ്യൂവും ആസ്വദിക്കാൻ പറ്റും. നമ്മൾ ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടന്നു. ഈ നടത്തത്തോടൊപ്പം തന്നെ ദൂരത്ത് നിന്നും ബുർജ് ഖലീഫയുടെ ഒരു വ്യൂ നമുക്ക് കാണാം. എസ്പെഷ്യലി നൈറ്റ് ടൈം ആവുമ്പോൾ ലൈറ്റ്സ് എല്ലാം ഓൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു പ്ലേസ് ഒരു സിനിമാറ്റിക് ലുക്കായിരിക്കും. നമ്മളങ്ങനെ യാത്രയെല്ലാം അവസാനിച്ച് തിരിച്ച് അബ്ര കയറാൻ പോകുന്ന സമയത്താണ് ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ എല്ലാം കണ്ടത്. കുറച്ചു നേരം അവിടെ എല്ലാം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് തിരിച്ചു. അടുത്ത നമ്മളെ ഡെസ്റ്റിനേഷൻ DIFC ആർട്ട് നൈറ്റ്സ് ആയിരുന്നു. ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിലെ ഒരു ഫേമസ് ആർട്ട് ഫെസ്റ്റിവലാണത്. ഇവിടെ നമുക്ക് പെയിൻറ്റിങ്ങും ഡിജിറ്റൽ ആർട്സ്, സ്കൾപ്ചേഴ്സ്, ലൈവ് മ്യൂസിക്, വർക്ക്ഷോപ്സ് എല്ലാം കാണാൻ സാധിക്കും. നൈറ്റ് ടൈമിൽ മുഴുവൻ ഏരിയ ലൈറ്റ്സ് കൊണ്ടും ആർട്ട് വർക്ക്സ് കൊണ്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ലോക്കൽ ആർട്ടിസ്റ്റ് മുതൽ ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റ് വരെ അവരുടെ ക്രിയേറ്റിവിറ്റി ഷോക്കേസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഓരോ ആർട്സ് വർക്ക്സിനും ഓരോ സ്റ്റോറി ഉണ്ട്. പെയിൻറ്റിങ്, സ്കൾപ്ചേഴ്സ്, ഡിജിറ്റൽ ആർട്സ് എല്ലാം കാണുമ്പോൾ ഒരു മിനി ആർട്ട് വേൾഡ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ക്രിയേറ്റീവ് ലൈറ്റ്സും കളർഫുൾ ആർട്ട് വർക്ക്സും കൊണ്ട് പ്ലേസ് മുഴുവൻ ഒരു എസ്തെറ്റിക് വൈബാണ്. ആർട്ട് ലവേഴ്സിനും ഫോട്ടോ വ്ളോഗ് എടുക്കാൻ ഇഷ്ടമുള്ളവർക്കും ഇത് റിയലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഓരോ കോർണറിലും ഡിഫറെൻ്റ് ആർട്ട് വർക്ക്സ് കാണാൻ സാധിക്കും. ചില പെയിൻറ്റിങ്സ് വളരെ സിമ്പിളായിട്ടാണ് തോന്നുക, പക്ഷേ അതിൻ്റെ മീനിങ് വളരെ ഡീപ്പായിരിക്കും. ഇന്ന് പെയിൻറ്റിങ്സ് ഒരു ആർട്ട് മാത്രമല്ല, ഫീലിങ്സും സ്റ്റോറീസും പറയുന്ന ഒരു ക്രിയേറ്റീവ് ലാംഗ്വേജ് ആണെന്ന് തന്നെ പറയാം. നമ്മളങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് മുമ്പോട്ട് നീങ്ങി. നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു ഓപ്പൺ എയർ കൾച്ചറൽ എക്സ്പീരിയൻസ് ആണ്.